ബോബി ചെമ്മണ്ണൂറിന് ജയിലിൽ കഴിയേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്ക് യാതൊരു കുറവും കോട്ടവും സംഭവിച്ചിട്ടില്ല. നിരവധി ആളുകളാണ് ബോബി സപ്പോർട്ടേഴ്സ് ആണ് ഈ ജയിൽ മോചിതനായ ബോബിയെ കാണാനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പല ആളുകളും ഇതിൽ ഉന്നയിക്കുന്നത് ബോബിക്ക് കുറച്ചു നാൾ ജയിലിൽ കഴിയേണ്ടി വന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അത്തരത്തിൽ ഒരു പ്രമുഖനായിട്ടുള്ള ആളും കൂടി ഇതേ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള കമാൽ പാഷയാണ്. ബോബി കുറച്ച് നാൾ ജയിലിൽ കഴിയേണ്ടി വന്നതിന് അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ദുഃഖം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സാറ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതാണ്. എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്? കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹം ഒരു നല്ല നീതിമാനായ ജുഡീഷ്യൽ ഓഫീസറാണ്. പക്ഷേ മുൻപ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീ കമാൽ പാഷ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഒട്ടും പക്വതയില്ലാതെയാണ്. അദ്ദേഹം ന്യൂസ് 18 ആദ്യം ഒരു ബൈറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലും കൂടെ അദ്ദേഹം പല കാര്യങ്ങളും വെളിപ്പെടുത്തി. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഒരു ഹൈക്കോടതി ജഡ്ജിയായ ഒരു ഉന്നത നീതിപീഠത്തിൽ ഇരുന്ന ഒരു ജഡ്ജിക്ക് ചേരുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചത് അന്ന് തന്നെ ജാമ്യം കൊടുത്താലുള്ള കുഴപ്പമെന്താ? ഇത്തരം കേസിന് 2 ദിവസമൊക്കെ ഇട്ട് ജയിലിലിട്ടാൽ പോരെ? മാധ്യമ വാർത്തയാണോ ഇത്തരം കേസുകളുടെ ഇത്തരം കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ജഡ്ജി നോക്കേണ്ടത്? ഒരാൾക്ക് പണമുണ്ടായി പോയി എന്നുള്ളത് അയാളുടെ ഒരു കുഴപ്പമാണോ? അത്തരത്തിൽ, അതായത് അനാവശ്യമായി ഒരാളെ ജയിലിൽ പിടിച്ചിടേണ്ട ആവശ്യമുണ്ടോ? അതും ഇത്രയും ദിവസം. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇത്രയും ദിവസം പിടിച്ചിട്ടതിലുള്ള അത് തന്നെയല്ല, അർണാബ് ഗോസ്വാമിയുടെ കേസൊക്കെ പറയുന്നത് കേട്ടു. അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരം കേസ് ഒരു ദിവസം കൊണ്ട് തന്നെ കേസ് പരിഗണിച്ച് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യാമായിരുന്നു. ഞാനാണെങ്കിൽ പരിഗണിക്കുമായിരുന്നു. എല്ലാം ഞാനാണെങ്കിൽ ചെയ്യുമായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ഒക്കെ. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇത്രയും അപക്വമായി, ഇദ്ദേഹം ഇത്രയും ഒരു ഹൈക്കോടതി പോലുള്ള ഒരു ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതിയുടെ ഒരു അന്തസ്സിനെ ഇകഴ്ത്തുന്ന തരത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ മാത്രം വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയുക. അതാണിപ്പോൾ കമാൽ പാഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം കൂടെ അതിനകത്ത് ശ്രദ്ധിക്കണം. അപ്പം ഈ ജില്ലാ ജഡ്ജിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ, കൊലക്കേസുകൾ, ഏറ്റവും കൂടുതൽ വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ജഡ്ജിയാണ് കമാൽ പാഷ. ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒറ്റ കേസിൽ പോലും ഹൈക്കോടതിയുടെ കൺകറൻസ് ആവശ്യമുണ്ട് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ. ഈ അദ്ദേഹത്തിൻ്റെ ഈ കമാൽ പാഷയുടെ ഈ വാക്കുകളെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ബോബി സപ്പോർട്ടേഴ്സ് ഒക്കെ രംഗത്ത് വരും. ബോബി സപ്പോർട്ടേഴ്സ്, കാരണം അത് പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ വധശിക്ഷ ജില്ലാ ജഡ്ജി, തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയായ സമയത്തും എറണാകുളത്ത് ജില്ലാ ജഡ്ജിയായ സമയത്തും ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത കമാൽ പാഷയുടെ വിധികൾ ഹൈക്കോടതിയുടെ കൺകറൻസ് വേണമല്ലോ വധശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ. ആ ഒറ്റ കേസിൽ പോലും കൺകറൻസ് കൊടുത്തിട്ടില്ല ഹൈക്കോടതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിധികളെ സംബന്ധിച്ച് പോലും ഒരു പുനഃപരിശോധന. പിന്നെ അദ്ദേഹം അടുത്ത സമയത്തായിട്ട് നടത്തുന്ന ഒരു വലിയൊരു തികച്ചും വ്യത്യസ്തമായ, അദ്ദേഹം ഹൈക്കോടതിയിൽ ഇരുന്ന സമയത്ത് പോലീസ് ജില്ലാ ജഡ്ജിയായ സമയത്ത് ജുഡീഷ്യൽ ഓഫീസറായിരുന്ന മൊത്തം കാലയളവിലും പോലീസ് പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പലപ്പോഴും സമർത്ഥിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നു. പക്ഷേ അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളും ഇത് എനിക്കറിയാം, ഞാനിവിടെ ജില്ലാ ജഡ്ജിയായിരുന്ന സമയത്ത്, ഞാനിവിടെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന സമയത്തൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലാണ്. പിന്നെ പക്ഷേ ഇതിനകത്തുള്ളൊരു അപകടം അതല്ല. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഇപ്പോൾ പ്രധാനമായിട്ടും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കമാൽ പാഷയുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അവിടെയാണ് അതിനകത്തുള്ളൊരു നമുക്ക് സങ്കടകരമായി തോന്നുന്ന ഒരു 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 പ്രധാനപ്പെട്ട ഒരു വസ്തുത. പക്ഷേ അതായത് കോടതിയെ ഒരു കേസ് വിധിക്കുന്നത്, ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെ മാധ്യമ സ്വാധീനം ഉണ്ടെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് കമാൽ പാഷ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയാണ്. അത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിനകത്തിലെ സാഹചര്യം അങ്ങനെയല്ല. ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. അന്ന് അയാൾ പറഞ്ഞത് എന്താണ്? അന്ന് അയാളും അയാളുടെ ഫാൻസും പറഞ്ഞത്, ഈ
ബോധമില്ലാത്ത ചെറ്റയെന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷേ ബോച്ചെ അവിടെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ബോച്ചെ ഈ ജയിലിൽ കിടക്കുന്ന മറ്റു കുറ്റവാളികൾക്ക് അവർക്ക് 5000 രൂപ പിഴയടയ്ക്കാനില്ലാത്തത് കൊണ്ട്, മതിയായ ജാമ്യക്കാരില്ലാത്തത് കൊണ്ട്, പിന്നെ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നു, അവരോടൊക്കെയുള്ള അനുകമ്പ അല്ലെങ്കിൽ അവരോടൊക്കെ അനുതാപം കൊണ്ട് അദ്ദേഹം അവിടെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരു പ്രതിയുടെ ആ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു കടുത്ത വെല്ലുവിളി, അവഹേളനമല്ലേ? ഒരു കോടതി, അതും ഹൈക്കോടതിയാണ്. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ തന്നെ അത് പിന്നെ ഒരു കോർട്ട് ഓഫ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ്. അപ്പം അത്തരത്തിലുള്ളൊരു കോടതി, ഒരു ഭരണഘടനാ കോടതി ഇത്തരത്തിലൊരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരു അനുകൂല വിധി കൊടുക്കുമ്പോൾ ആ വിധിയെ അവഗണിച്ചുകൊണ്ട്, ആ വിധിയെ പരിഹസിച്ചുകൊണ്ട് കോടതിയിൽ ആ ജയിലിൽ തന്നെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം അത് മാധ്യമ വാർത്തകളെ തുടർന്നാണ് ഇദ്ദേഹം ഒരു പിറ്റേ ദിവസമായ കേസ് വീണ്ടും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ആ കേസ് വീണ്ടും പരിഗണിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമ വാർത്തകൾ സ്വാധീനിക്കുന്നില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ജഡ്ജിമാരിൽ ഒരു ചിന്ത അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാകുമല്ലോ. പക്ഷെ അത് നെഗറ്റീവായി സ്വാധീനിക്കപ്പെടുമ്പോഴല്ലേ അതിന് അങ്ങനെയാണെങ്കിൽ നടിക്ക് കിട്ടുന്ന വലിയൊരു പിന്തുണ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ പൊതു താല്പര്യ ഹർജികൾ ഇല്ലാതെ തന്നെ കേരളത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എത്രയെത്ര കേസുകൾ, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ സുമോട്ടോവായി ഹൈക്കോടതി കേസെടുത്തിട്ടുണ്ട്. അതിനുള്ള പവർ ഹൈക്കോടതിക്കുണ്ട്. ഇപ്പം ജില്ലാ കോടതിക്കോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്കോ അതില്ല എങ്കിൽ പോലും അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിയമപരമായ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും ഹൈക്കോടതിക്ക് അതിനുള്ള പവറുണ്ട്. പിന്നെ ഹൈക്കോടതിയുടെ എപ്പോഴും ജസ്റ്റിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പേഴ്സണാലിറ്റി ഓഫ് ദി ജഡ്ജ് എന്നാണ്. അതൊരു ജർമ്മൻ ജൂറിക്കിൻ്റെ ഒരു എർലിക്കുന്ന ജർമ്മൻ ജൂറിക്കിൻ്റെ ഒരു മഹത്തായ വചനമാണ്. അത് വളരെ അന്വർത്ഥമാണ്. അപ്പം നമ്മൾ ഈ നല്ല നീതിബോധമുള്ള പി വി കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ഒരു ജഡ്ജി ഈ കാര്യത്തിന് അതിൽ യാതൊരു അപക്വമായ നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം തികച്ചും മാന്യമായ രീതിയിൽ ഇത് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പിറ്റേ ദിവസം ഈ കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയും ഇത്തരത്തിലുള്ള ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയും കുറച്ചുകൂടി ഗൗരവതരമായി കേസിലേക്കുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തതിനെ ഒരിക്കലും കമാൽ പാഷയെ പോലുള്ള ഒരു ജഡ്ജി ഒരിക്കലും ഇതിനെ അവഹേളനത്തോടുകൂടി അല്ലെങ്കിൽ ഒരിക്കലും ഇതിനെ ഒരു കുറ്റപ്പെടുത്തലോടുകൂടി പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അടുത്ത സമയത്തായി അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, മാധ്യമ വാർത്തകൾ പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹം വിവാദങ്ങൾ തരമായ പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എത്രയോ പേര് ഹൈക്കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്തതിനു ശേഷം ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഇത്തരത്തിൽ യൂട്യൂബിൽ കൂടി വന്ന് കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹം പറഞ്ഞത്, റിട്ടയർഡ് ജഡ്ജി പറഞ്ഞത്, കൃത്യമായ ബോണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ബോബിക്ക് സാധിച്ചില്ല. അതിൻ്റെ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. അതായത് ജാമ്യം അനുവദിച്ചിട്ടും ഏറെ വൈകി പിറ്റേ ദിവസമാണല്ലോ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സമാന്തര കോടതിയാവാൻ ശ്രമിക്കേണ്ട ബോബി പറഞ്ഞു. കാരണം ഈ പറയുന്ന ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, അല്ലെ അവർക്ക് വേണ്ടി പോരാടാൻ ആരാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ ചുമതലപ്പെടുത്തിയത്? ഈ ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും ബോബി ചെമ്മണ്ണൂരിൻ്റെ നിലവാരത്തിലേക്ക് മറ്റുള്ളവർ പോകരുതേ എന്നുള്ളതാണ് നിയമം അറിയാവുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ സാമൂഹ്യ വീക്ഷണമുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ നിലവാരത്തിലേക്ക് ഒരിക്കലും കമാൽ പാഷ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിന് അതാകാം. ബോബി ചെമ്മണ്ണൂരിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ബോബി ചെമ്മണ്ണൂരിൻ്റെ, അപ്പോൾ അയാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാൾ എന്തിനേയും വിവാദമാക്കി മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ കമാൽ പാഷ പറയുന്നത്, എന്തിനാണ് കോടതി ഇത്തരം രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്തിയത്, ഈ രൂക്ഷ വിമർശനം, അത് അദ്ദേഹത്തിന് വീണ്ടും ഒരു മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസായിക്ക് അദ്ദേഹം കിടക്കട്ടെ, കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ, കള്ളന്മാരവിടെ കിടക്കട്ടെ, ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി, അല്ല അങ്ങനത്തെ നിലപാടുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് കമാൽ പാഷ എന്തുകൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ തന്നെ വീണ്ടും നിരന്തരമായി മാധ്യമങ്ങൾക്ക് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു? അതും വൈരുദ്ധ്യമായ വാർത്തകൾ. അപ്പം അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ വളർത്തുന്നത് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ ഇത്തരത്തിലുള്ള രണ്ടാമത് കേസ് വീണ്ടും പരിഗണിച്ചതുകൊണ്ടും ഈ മാധ്യമ വാർത്തകൾ ജഡ്ജി സ്വാധീനിക്കപ്പെട്ട് വീണ്ടും കുറച്ചുകൂടി ഗൗരവതരമായ തരത്തിലേക്ക് കേസിനെ പരിഗണിച്ചതുകൊണ്ടും
ഒക്കെയാണെന്ന് പറയുന്ന കമാൽ പാഷ തന്നെ, അദ്ദേഹവും റിട്ടയർഡ് ജഡ്ജിയല്ലേ, അദ്ദേഹം എന്തുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേ വിവാദം തന്നെ മാക്സിമം ആളിക്കത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു? അപ്പോൾ അദ്ദേഹവും ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ പബ്ലിസിറ്റി താല്പര്യമുള്ള ഒരാളാണ് കമാൽ പാഷ എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിലുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം അദ്ദേഹത്തിന് ഇത് താല്പര്യമുള്ള ആളാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റേതായ രീതിയിലുള്ള മാധ്യമശ്രദ്ധ നേടാൻ ഈ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന കാലയളവിലും റിട്ടയർ ചെയ്തതിനു ശേഷവും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ജുഡീഷ്യറിയിൽ ഇരുന്ന കാലയളവിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് അധികം ആളുകൾ വിമർശിക്കത്തില്ല, കാരണം ഭരണഘടനാ കോടതി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നത് ഞാൻ ചെയ്തതെല്ലാം, എൻ്റെ കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം ശരിയായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജിമാർ, അദ്ദേഹം ഇത് മാത്രമല്ല കോൺട്രവേഴ്സി പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം എൻ്റെ മക്കളെ ഞാൻ LLBക്ക് വിട്ടിട്ടില്ല, വിടാഞ്ഞത് എൻ്റെ മോൾ നാളെ കോടതിയിൽ വരുമ്പോൾ അവിടെ വരുമ്പോൾ കമാൽ പാഷയുടെ മോളാണെന്ന് പറഞ്ഞ് എൻ്റെ മകൾക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടും എന്ന് വരെ പറഞ്ഞു. അപ്പം ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ മിടുക്കുകൊണ്ട്. പിന്നെ അദ്ദേഹം കൂടെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ജില്ലാ ജഡ്ജിയായി വരുന്നവർ മിടുക്കന്മാരാണ്. കാരണം അദ്ദേഹം ജില്ലാ ജഡ്ജിയായി വന്ന ഒരാളാണ്. അപ്പം ലോവർ ജുഡീഷ്യറിയിൽ നിന്ന് വരുന്നവരെല്ലാം മിടുക്കന്മാരും ഡയറക്റ്റ് ഹൈക്കോടതി ജഡ്ജിമാരാവുന്നവരെല്ലാം അധികാരത്തിൻ്റേതായ രീതിയിലുള്ള സ്വാധീനങ്ങൾക്ക് അല്ലെങ്കിൽ വഴിപ്പെട്ട് വരുന്നവരുമാണെന്ന് അദ്ദേഹം പലതരത്തിൽ ജുഡീഷ്യറിയുടെ അന്തസ്സിനെ അദ്ദേഹം കുറച്ചുകൂടെ പക്വത കാണിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ജുഡീഷ്യറിയുടെ അന്തസ്സിനെ ഉയർത്തുന്ന രീതിയിൽ ഇപ്പം ഹൈക്കോടതി ജഡ്ജിമാരുടെ മക്കളോ അനന്തരവന്മാരോ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അവരാരും മോശക്കാരാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ദിവസം കിടക്കേണ്ടതിന്റെ ഒരു തെറ്റ് യഥാർത്ഥത്തിൽ ബോബി ചെയ്തിരുന്നു. അവിടെ ഒരു ശരിക്കും ഒറ്റ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യ തീർപ്പ് കൽപ്പിക്കാമായിരുന്നില്ല. അത് കോടതിയുടെ ബെയിൽ എന്ന് പറയുമ്പം കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കൊടുത്തതാ. പക്ഷെ കൊടുക്കാതെ വരുമ്പോൾ എന്താണ്? പിന്നെ തന്നെയല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊക്കെ, പഴംപൊരിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്, എന്തെല്ലാം തരത്തിലുള്ള ഒരു നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സെലിബ്രിറ്റിയായ ഒരു സിനിമാ നടിക്ക് അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയെയും DGPയെയും ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നു. ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിലോ അദ്ദേഹം ആദ്യമായിട്ടല്ലല്ലോ വിവാദങ്ങൾ പെടുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. നമുക്ക് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുന്തി ദേവി എന്നാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിട്ടെ, ഇത് ഒരു നമുക്ക് മലയാളികൾക്ക് ഒരു ലജ്ജാവഹമായ കാര്യമാണ്. ഇയാൾ എല്ലാത്തിനും ദ്വയാർത്ഥ രീതിയിലേ സംസാരിക്കത്തുള്ളൂ. സത്യത്തിൽ ഇത് തമാശ പറയുന്നില്ല എന്നാണ് തമാശ പറയുന്നില്ല. ഇനിയും അയാൾ തമാശ പറയും. അത് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ, ഇദ്ദേഹത്തിന് വേണ്ടി ജയിലിൻ്റെ പുറത്ത് ആരാധകർ, ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്ന സ്ത്രീകൾ, ഇതെല്ലാം ഒരു പണക്കാരൻ, ഒരു സിനിമയിലെ ഒരു നല്ല കഥാകൃത്തുക്കൾക്ക് സിനിമയ്ക്ക് പറ്റിയൊരു കഥാപാത്രം, ഒരു പണക്കാരൻ, ആ പണക്കാരന് പറ്റി ഈ അഴകിയ രാവണൻ സിനിമ പോലെയാണ്. ചില മതമൗലികവാദികളുടെ പിന്തുണയും ബോബിക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം ഇത്തരത്തിലുള്ളവർക്ക് നല്ല നിലപാടാണ് ബോബി എടുത്തത്. ആ നടിയുടെ വസ്ത്രധാരണം വിമർശിക്കപ്പെടുക തന്നെയാണ് വേണ്ടത് എന്നൊക്കെ മതമൗലികവാദികൾ വാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, അവരുടെ പിന്തുണയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ കൈവശം ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ സ്വാധീനമുണ്ട്. പിന്നെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനെ പറ്റി പലപ്പോഴും പരാതി നമ്മളടക്കമുള്ള ചാനലുകളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ സെലിബ്രിറ്റിയുടെ പരാതിയിലാണെങ്കിലും പോലീസിനോട് വളരെ ഇക്കാര്യത്തിൽ സ്ത്രീകൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇതൊരു സൂചനയാണ്. ബോബി ചെമ്മൺ നാളെ ഗൗതം ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നപ്പോൾ ഇനിയും നാളെ ഒരാൾക്ക് പറയാൻ പെട്ടെന്നൊരു ധൈര്യം വരില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ബോബി ചെമ്മണ്ണൂരായിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിൽ അകത്താണെങ്കിലും കാക്കനാട് ജില്ലാ ജയിലിലാണ് അവിടെ VIP പരിഗണന കിട്ടി. അവിടെ ഒരു പ്രത്യേക പരിഗണന ബോബിക്ക് കിട്ടി എന്നുള്ള വാർത്തകളും ഇപ്പം പുറത്തു വരുന്നുണ്ട്. അത് സജീവമാണ്. ഈ നമ്മുടെ മധ്യമേഖല ജയിൽ DIG അദ്ദേഹം ബോബിയെ വന്ന് കാണുകയും അദ്ദേഹത്തിന് വേണ്ട ചില സഹായങ്ങൾ, ഇപ്പോൾ പണമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പണം നൽകുക, സുഹൃത്തുക്കൾ മുഖേന മറ്റ് വ്യവസായികൾ മുഖേനയൊക്കെ ഉന്നതരെയൊക്കെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അത് ഗൗതം, ജയിലിലൊരു പ്രത്യേകതയുണ്ട്. ജയിലിനകം എന്ന് പറയുമ്പം ഒരു പ്രത്യേക ലോകമാണ്. ജയിലിലേക്ക് ഒരാൾക്ക് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്കോ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ എത്ര ഉന്നത പദവിയിലുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയാണെങ്കിലോ പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് അകത്തുനിന്ന് താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ബോബിയെ ജയിലിലേക്ക് സന്ദർശിക്കാൻ വന്ന ആളുകളുടെ
പേരുകൾ പോലും ഈ റെക്കോർഡിൽ കാണാൻ പറ്റുന്ന സന്ദർശകരുടെ പേര് രേഖപ്പെടുത്തണമല്ലോ, അതുപോലും രേഖപ്പെടുത്താതെയാണ് കയറ്റി വിട്ടിയ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അല്ല, ഒരു ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തലോടൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഒരു ജയിലിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കും? ഇതൊക്കെ നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള പരിഗണന ഒരിക്കലും ഇതുപോലുള്ള കേസിലെ പ്രതികൾ കൊടുക്കാനും പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.